ഗാസയിൽ നിന്ന് വരുന്ന വാർത്ത മാധ്യമപ്രവർത്തകരായ നമുക്ക് ഇത്തിരി വിഷമമുണ്ടാക്കുന്നതാണ്. അൽ ജസീറ ചാനലിൻ്റെ ഒരു ടെൻറ്റ് തകർത്തു, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൻ്റെ ആക്രമണമാണ്. അത് ന്യായീകരിക്കാമോ? അൽ ജസീറയുടെ മൊത്തം ടീം നാമാവശേഷമായി അവരുടെ ബേസ് ക്യാമ്പ് തകർത്തു. അത് അൽ ജസീറ അൽഷിഫ ഹോസ്പിറ്റൽ ഗാസ നഗരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള അൽഷിഫ ഹോസ്പിറ്റലിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെയാണ് ഈ ടെന്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ ഒരു അൽഷിഫ ഉണ്ടായിരുന്നു, മൂലക്കുരുവിന്റെ ചികിത്സ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, പൂട്ടിപ്പോയി. അത് എന്തോ കേസൊക്കെ വന്നു, അതെന്തോ ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞ കേസ്. അപ്പോൾ അവരുടെ അൽഷിഫ ആശുപത്രിക്കടുത്ത് ഗാസ നഗരത്തിന്റെ അടുത്ത് തന്നെ അതിന്റെ മെയിൻ ഗേറ്റിന്റെ മുമ്പിലായിരുന്നു ഈ ടെന്റ്. മുമ്പ് പലവട്ടം അവിടെ ഒക്ടോബർ 7 ശേഷം 2023 ഒക്ടോബർ 7 ശേഷം ഇവര് ലോകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിനെ മോശമായി ചിത്രീകരിക്കുന്നു, മൊത്തം ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ചിരുന്നു അവിടുന്ന്. പിന്നെ ഈ വെടിനിർത്തലൊക്കെ വന്നപ്പോൾ വീണ്ടും ടെന്റൊക്കെ കെട്ടി അനുവാദം കൊടുത്തു, അനുവാദം കൊടുത്താണ്. അപ്പോൾ 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 പേരിൽ ഒരു ക്യാമറാമാനും ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ പട്ടാളം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൽ ജസീറ ഈ പ്രക്ഷേപണം ചെയ്തു, ഞങ്ങളുടെ ലേഖകൻ പിന്നെ 4 പേരും ക്യാമറാമാനും ഒക്കെ കൊല്ലപ്പെട്ടു എന്ന്. പക്ഷെ ഇസ്രായേൽ സ്ഥിരീകരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, അനസ് അൽ ഷറീഫ് എന്ന് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ലേഖകൻ അവിടെ നിന്ന് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആള് മറ്റേ ഹമാസിന്റെ ഭീകര സെല്ലിന്റെ മേധാവിയാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകന്റെ വേഷത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിലും പലരും അങ്ങനെയാണല്ലോ. ഈ മാധ്യമപ്രവർത്തകരാണ് സോറോസിന്റെ പ്രചാരകരാണ് എന്ന് പറയുന്ന പോലെ. അങ്ങനെയൊക്കെ ഉണ്ട്. മാധ്യമപ്രവർത്തകർ വേറെ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ട്, ലോബിയിസ്റ്റുകളും. സോറോസ് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. സോറോസ് കാശ് കൊടുക്കുന്ന ധാരാളം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഹമാസ് ടെററിസ്റ്റ് സെല്ലിന്റെ മേധാവിയാണ് ഇയാൾ അനസ് അൽ ഷറീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അനസ് അൽ ഷറീഫിന്റെ ബാപ്പയെ ആ ദുരിതാശ്വാസ ക്യാമ്പ് കഴിഞ്ഞ കൊല്ലം ആക്രമിച്ചപ്പോൾ ബാപ്പ കൊല്ലപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞും ഇയാൾ വളരെ വീറും വാശിയോടുകൂടി എൻ്റെ ബാപ്പ കൊല്ലപ്പെട്ടാലും ഞാൻ ഈ പണി തുടരുന്ന. അങ്ങനെയല്ല സാർ, ഇങ്ങനെ തള്ളി പറയില്ലേ. സാർ ഒരു സീനിയർ ജേർണലിസ്റ്റല്ലേ. എൻ്റെ ബാപ്പ പോയി, ബാപ്പയുടെ അടുത്തേക്ക് എനിക്കും വേഗം പോകണം. ബാപ്പ മാത്രം ഹൂറികളോടൊപ്പം ആഹ്ലാദിച്ച പോരാ, എനിക്കും വേണം എന്ന് പറഞ്ഞ് പുള്ളി ആവേശഭരിതനായി ജോലി ചെയ്തു. അതല്ലേ ഈ പറഞ്ഞ വാചകം പുള്ളി പറഞ്ഞില്ലായിരുന്നു. അത് പറഞ്ഞ കാര്യം എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാളെ അൽ ജസീറയായി ഭാവിച്ച് റിപ്പോർട്ട് ചെയ്യായിരുന്നു എന്നാണ് IDF പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. അപ്പോൾ കൊല്ലപ്പെട്ട ആളുകൾ ഇയാൾക്ക് പുറമെ ഈ അനസ് അൽ ഷറീഫിന് പുറമെ മുഹമ്മദ് ഗറിക്കെ, ക്യാമറാമാൻ ഇബ്രാഹിം സഹീർ, അഹമ്മദ് നൗഫൽ, മോമൻ അലീവ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പത്രപ്രവർത്തകർക്ക് വേണ്ടി ആശുപത്രിയുടെ മുമ്പിൽ തയ്യാറാക്കി വെച്ചിരുന്ന കൂടാരമാണിത്, അവർക്ക് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇയാൾ 28 വയസ്സാണ് ഈ ഷറീഫിന്. അപ്പോൾ ഇയാൾ മുമ്പ് അൽ ജസീറ അറബിക്കിന് വേണ്ടി റിപ്പോർട്ട് ചെയ്താണ് തുടങ്ങിയത്. വടക്ക് നിന്ന്, ഗാസയുടെ വടക്ക് ഭാഗത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ അവിടെ തന്നെ ഗാസയിൽ തന്നെയുള്ള അൽ അക്സ യൂണിവേഴ്സിറ്റി, അവിടെയാണ് ഇയാൾ പഠിച്ചത്, ഡിഗ്രി പൂർത്തിയാക്കിയത്. 2018 ബെസ്റ്റ് യങ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ആരുടെ അവാർഡാണെന്ന് അറിഞ്ഞുകൂടാ. ബെസ്റ്റ് യങ് ജേർണലിസ്റ്റ് ആരോ കൊടുത്തു. കാരണം ഒരു ഗാസയിലെയോ മറ്റോ പത്രപ്രവർത്തകന് കേരള മീഡിയ അക്കാദമി അവാർഡ് കൊടുത്തതായിട്ട് ഞാൻ വായിച്ചു. ഗാസയിലെ ജേർണലിസ്റ്റിനോ? ആവുമല്ലോ. കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലോ ആ ഒക്ടോബർ 7 ശേഷം നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. ഇനി അതാണോ എന്ന് അറിഞ്ഞുകൂടാ. ആയിരിക്കും, കേരളത്തിൽ നിന്നായിരിക്കുമല്ലോ. അതെ, അപ്പൊ അതാണോ എന്ന് അറിഞ്ഞുകൂടാ. 2023 ഡിസംബറിൽ അൽ ജബാലിയയിൽ കുറെ ദിവസത്തേക്ക് ഉണ്ടായിരുന്നല്ലോ ആ സീജ്. ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യാൻ നോക്കുമ്പോൾ കാലിൽ വെടിവെക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അൽ ജബാലിയെ പറ്റി അന്ന് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ. ഈ അൽ ജബാലിയ സീജിൻ്റെ സമയത്ത് വ്യോമാക്രമണത്തിൽ ആണ് ഇയാളുടെ ബാപ്പ കൊല്ലപ്പെട്ടത്. അപ്പോൾ
ജനുവരിയിലെ ഈ വെടിനിർത്തൽ ഉണ്ടായല്ലോ, അപ്പൊ ഇയാൾ ഈ ശരീരത്തിൽ കവചം ഉണ്ടായിരുന്നു, ലോഹ കവചം, വെടി കൊള്ളാതിരിക്കാനൊക്കെ. അത് ഇയാൾ അൽ ജസീറ ടിവിയിലെ ഞാനിനി ഇത് അഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടേ കവചം വേണ്ട, കവച കുണ്ടലങ്ങൾ അഴിച്ചു വെക്കുന്നതൊക്കെ ആയിട്ട് ഇയാള് തത്സമയം കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ നമ്മൾ തമാശയായിട്ട് ഞാൻ പറഞ്ഞെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജോലി അയാൾ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തെ അറിയിക്കുക, സുരക്ഷിതനായിരിക്കുക എന്നതും കൂടിയാണ് അല്ലേ. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യാനൊന്നും മാധ്യമപ്രവർത്തകരോട് ആരും പറയുന്നില്ല. നമ്മൾ പരമാവധി റിസ്ക് ചെയ്യാതെ നമുക്ക് ശാരീരികമായ ക്ഷതമേൽക്കാതെ കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് മാധ്യമപ്രവർത്തകൻ്റെ റോൾ. അല്ലാതെ ഞാൻ കവചങ്ങൾ ഊരി വെക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് മാധ്യമപ്രവർത്തനമല്ല, ഒരു ആക്ടിവിസ്റ്റാണ്. അയാൾ ആക്ടിവിസ്റ്റാണ്. കാരണം അയാൾ ബാപ്പ, ഞാൻ പറഞ്ഞില്ലേ, ബാപ്പ കൊല്ലപ്പെട്ടപ്പോഴും ഇത് ഒന്നും ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഈ ഇസ്രയേലിനെതിരായ ദൗത്യം ആണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അത് അൽ ജസീറയും ഖത്തറിൽ നിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. മുമ്പും അൽ ജസീറ അവിടെ പൂട്ടിച്ചത്, കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലൊക്കെ പൂട്ടിച്ചത് ഈ ജനുവരിയിൽ അവിടുത്തെ മജിസ്ട്രേറ്റ് തന്നെ അൽ ജസീറയ്ക്കെതിരെ നടപടിയെടുത്തൊക്കെ ഈ ഇസ്രയേലിനെ ലോകത്തിൻ്റെ മുമ്പിൽ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് ഇസ്രയേലിന് തോന്നിയോണ്ടാണ്. ഒരു വശം മാത്രം പറയുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ അഭിപ്രായം. അതിൻ്റെ അകത്തും സത്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ആഴ്ച മുമ്പ് തന്നെ അൽ ജസീറ ഈ ഇസ്രയേൽ പട്ടാളം പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ അപലപിച്ചിരുന്നു 2 ആഴ്ച മുമ്പ്. അപ്പോൾ അൽ ജസീറ തന്നെ പ്രകോപനം വേണ്ടത്ര ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ഈ കൊല്ലപ്പെട്ട ഷെരീഫിൻ്റെ പേരും അൽ ജസീറ പറഞ്ഞിരുന്നു. ഈ ഷെരീഫിനെ ടാർഗറ്റ് ചെയ്യുന്നു ഇസ്രയേൽ എന്നൊക്കെ അൽ ജസീറ പറഞ്ഞിരുന്നു. അപ്പോൾ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ IDF പറഞ്ഞത് ഷെരീഫ് ഹമാസിൻ്റെ ഭീകരസെൽ മേധാവി മാത്രമല്ല, ഇയാളാണ് ഇസ്രയേലിനെതിരെ, ഇസ്രയേൽ പൗരന്മാർക്കെതിരെ, ജൂതന്മാർക്കെതിരെയൊക്കെ റോക്കറ്റ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ശരി, പത്രപ്രവർത്തനത്തിൻ്റെ കൂടെ റോക്കറ്റ് വിടലുമുണ്ട് ആ പരിപാടി. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആക്സിഡൻ്റ് അല്ല, മനഃപൂർവ്വം ഈ അൽ ജസീറയുടെ ക്യാമ്പ് നോക്കി തന്നെ ഇസ്രയേൽ കീച്ച് ചെയ്താണ്. അക്കാര്യത്തിൽ സംശയമില്ല. അത് ഈ റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ 5 പേരെ ഉന്നം വെച്ച് തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നതാണ്. കാരണം അവിടെ നിന്ന് റോക്കറ്റ് വരുന്നതൊക്കെ അവര് അത്യാവശ്യം ലൊക്കേറ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ജൂലൈയിൽ അൽ ജസീറ ഒരു പ്രസ്താവനയിൽ IDF-നെയൊക്കെ വിമർശിച്ചിരുന്നു. അൽ ജസീറ ലേഖകർക്കെതിരെ ഇസ്രയേൽ ആക്രമണം സംഘടിപ്പിക്കുന്നു എന്നൊക്കെ അൽ ജസീറ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇസ്രയേൽ സേന ഈ ഷെരീഫിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മേധാവിയെയും അയാളുടെ കൂട്ടത്തിലുള്ളവരെ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റേത് അൽ ജസീറക്കാരാണെന്നൊന്നും IDF പറഞ്ഞിട്ടില്ല. അപ്പോൾ അൽ ജസീറ പക്ഷേ ഇത് പറഞ്ഞപ്പോൾ 4 മാധ്യമപ്രവർത്തകരും ഒരു അസിസ്റ്റൻറ്റും എന്ന് അവർ സംപ്രേഷണം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അൽ ജസീറ പറയുന്നത് ഇതുവരെ 230 മാധ്യമപ്രവർത്തകർ അവിടെ കൊല്ലപ്പെട്ട് ഇസ്രയേൽ കൊന്നിട്ടുണ്ട് എന്നാണ്. 2024 സെപ്റ്റംബറിൽ റമല്ലയിൽ വെസ്റ്റ് ബാങ്കിലെ മറ്റേ അൽ ജസീറയുടെ ബ്യൂറോ റെയ്ഡ് ചെയ്തിരുന്നു, പൂട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമരിക്ക് നോട്ടീസും കൊടുത്തിരുന്നു. അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥലം വിട്ടോളാം, മോൻ വീട്ടിൽ പൊക്കോളണം, കൂടും കുടുക്കൊക്കെ പൊക്കോന്ന് പറഞ്ഞു. അത്യാവശ്യ സാധനങ്ങളെടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ അൽ ജസീറ പറയുന്നത് ഓസ്ലോ കരാർ പ്രകാരം പലസ്തീൻ മേഖല ഇസ്രയേലിൻ്റെതല്ല, അവിടെ പ്രവർത്തിക്കാം പലസ്തീൻ മേഖലയിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, അതുകൊണ്ട് ഈ റെയ്ഡ് അനധികൃതമായിരുന്നു എന്നൊക്കെ അന്ന് അവർ പറഞ്ഞിരുന്നു. ഒറ്റ പലസ്തീനി അവിടെ കണ്ടുപോകരുത് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അപ്പോഴാണ് പലസ്തീൻ മേഖല മുഴുവൻ ആക്രമിക്കുന്നുണ്ട്, പിന്നെയാണ് പലസ്തീൻ മേഖല എന്ന് പറയുന്നത്. പിന്നെ സ്ഥലം ABC എന്നൊക്കെ തിരിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല അന്നത്തെ റെയ്ഡ് ടീമിൽ, ഇസ്രയേലിന്റെ റെയ്ഡ് ടീമിൽ എഞ്ചിനീയർമാരുണ്ടായിരുന്നു എന്നും അൽ ജസീറ ആരോപിച്ചിരുന്നു. എഞ്ചിനീയർമാരെ ഇസ്രയേൽ കൊണ്ടുവന്നത് ഈ ആർക്കൈവുകൾ നശിപ്പിക്കാനാണ്. അതിന് എഞ്ചിനീയർമാരുടെ ആവശ്യം, വെടിവെച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതല്ലേ അത്. എല്ലാം കമ്പ്യൂട്ടറുകളും ഒക്കെ വെടിവെച്ച് തീർക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഈ പിന്നെ അൽ ജസീറയുടെ വേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നേരത്തെ. ഷിറീൻ അബു അക്ലെ, സമീർ അബു ദാഖ, ഇസ്മയിൽ അൽ ഗുൽ, റമി അൽ റിഫി തുടങ്ങിയ അൽ ജസീറ മാധ്യമപ്രവർത്തകർ നേരത്തെ ഈ ഹമാസിൻ്റെ ആളുകളാണ് അൽ ജസീറയുടെ മയക്കം പിടിച്ച് നിൽക്കുന്നത്. നമ്മളിവിടെയും കാണുന്നില്ലേ സുരേഷ് ഗോപിയെ കുത്തുന്നതുമൊക്കെ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടികൾ അവിടെയുണ്ട്. അപ്പോൾ ഈ കൊല്ലം ജനുവരിയിൽ റമല്ലയിലെ മജിസ്ട്രേറ്റ് വെസ്റ്റ് ബാങ്കിൽ 4 മാസം അൽ ജസീറയുടെ വെബ്സൈറ്റുകൾ അടയ്ക്കണം, ക്ലോസ് ചെയ്യണം എന്ന് ഉത്തരവ് ഇട്ടിരുന്നു. പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന പ്രദേശമാണത്. അതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഷറീഫിന് ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. ഒരു ഭാര്യയേ ഉള്ളൂ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. ഇപ്പം അവിടെ നടക്കുന്നത് നമ്മൾ മറ്റേ ആഹിയ സിൻവർ തുടങ്ങിയ ആളുകളുടെയൊക്കെ ഭാര്യമാര് തുർക്കി പോയി വേറെ കെട്ടി, തുർക്കി പോയി, ജോർദാനിൽ പോയി, ഒരു ആഡംബര പെർഫ്യൂം ബ്രാൻഡൊക്കെ ഇറക്കിയിരുന്നു കൊല്ലപ്പെട്ടവരുടെ. ഏതായാലും മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാർത്ത ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജനങ്ങൾക്കിടയിൽ പതുങ്ങിയിരുന്ന് ശത്രുവിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയല്ല. അതാണ് ഇസ്രയേൽ ഇതിലൂടെ നൽകുന്ന സന്ദേശം. ഇസ്രയേൽ വെറുതെ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്തായാലും കൊല്ലുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിൽ തന്നെ നെതന്യാഹുവിനെതിരെ ഇല്ലേ അവിടുത്തെ പത്രങ്ങളിലൊക്കെ എന്തൊക്കെ വരുന്നു, അതൊന്നും പൂട്ടിക്കാൻ പോയിട്ടില്ലല്ലോ നെതന്യാഹു. അതെ. പക്ഷെ അവർ റോക്കറ്റ് അയക്കുന്നില്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.